ഇസ്ലാമിക തീവ്രവാദവും ക്രിസ്ത്യൻ പീഡനവും ധൈര്യസമേതം തുറന്നുകാട്ടിയ ബിഷപ്പിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് ഇസ്ലാമിക് ഗ്രൂപ്പുകൾ രംഗത്ത്. അതേസമയം ഭീഷണി നേരിടുന്ന ബിഷപ്പ് വിൽഫ്രഡ് അഗ്നബേയുടെ പ്രതിരോധാർത്ഥം ക്രൈസ്തവ സംഘടനകളും രംഗത്തെത്തി. നൈജീരിയയിൽ ഇസ്ലാമിക തീവ്രവാദവും ക്രിസ്ത്യൻ പീഡനവും തുറന്നുകാട്ടിയ ബിഷപ്പിന് അറസ്റ്റ് ഭീഷണി. നൈജീരിയയിലെ മഗുർദിയിലെ കത്തോലിക്ക രൂപതയിലെ ബിഷപ്പ് വിൽഫ്രഡ് അനഗ്ബെ മാർച്ച് 12-ന് ആഫ്രിക്കയിലെ US ഹൗസ് ഫോറിൻ അഫയേഴ്സ് സബ് കമ്മിറ്റിക്ക് മുൻപാകെ നടത്തിയ പ്രസംഗമാണ് ഭീഷണിക്ക് കാരണമായത്. വ്യാപകമായ മതപരമായ ആക്രമണവും വിവേചനവും കാരണം നൈജീരിയയെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന രാജ്യമായി പുനർനാമകരണം ചെയ്യാൻ അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ US ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു. അക്രമപരവുമല്ലാത്തതുമായ മാർഗങ്ങളിലൂടെ നൈജീരിയയെ ഇസ്ലാമികമാക്കാനുള്ള ദീർഘകാല അജണ്ടയാണ് ഇസ്ലാമിക തീവ്രവാദികൾ പിന്തുടരുന്നത് എന്ന് ബിഷപ്പ് ആരോപിച്ചു. കൊലപാതകങ്ങൾ, ബലാത്സംഗം, നാടുകടത്തൽ, പള്ളികളും കൃഷിയിടങ്ങളും നശിപ്പിക്കൽ, ഫുലാനി തീവ്രവാദികളുടെ ഭൂമി കയ്യേറ്റങ്ങൾ, ക്രൈസ്തവ ഉന്മൂലന ശ്രമങ്ങൾ എന്നിവ അദ്ദേഹം ഉദ്ധരിച്ചു. അഴിമതിയും ദാരിദ്ര്യവും തീവ്രവാദ ഗ്രൂപ്പുകളുടെ വളർച്ചയെ പ്രാപ്തമാക്കുന്ന സാഹചര്യങ്ങളായി അദ്ദേഹം ഉയർത്തിക്കാട്ടി. ഇതേ തുടർന്ന് നൈജീരിയൻ സുപ്രീം കൗൺസിൽ ഫോർ ഇസ്ലാമിക് അഫയേഴ്സും മുസ്ലിം പബ്ലിക് അഫയേഴ്സ് സെന്ററും ഉൾപ്പെടെ നിരവധി ഇസ്ലാമിക സംഘടനകൾ ബിഷപ്പ് അനഗ്ബെയ്ക്കെതിരെ വിദ്വേഷ പ്രസംഗം ആരോപിക്കുകയും അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ പ്രകോപനപരവും അടിസ്ഥാനരഹിതവുമാണെന്ന് അവകാശപ്പെട്ട് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. ഇതിന് പ്രതികരണമായി നൈജീരിയൻ കത്തോലിക്ക രൂപത പുരോഹിതരുടെ സംഘടനയും നൈജീരിയയിലെ കാത്തലിക് ലോയേഴ്സ് നാഷണൽ അസോസിയേഷനും ബിഷപ്പിന്റെ ധൈര്യത്തെയും സത്യത്തോടുള്ള പ്രതിബദ്ധതയും പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിരോധത്തിൽ അണിനിരന്നു. ബിഷപ്പിന്റെ സുരക്ഷയിൽ അവർ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. ബിഷപ്പിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചേക്കുമെന്ന സൂചന പുറത്തുവന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ നിശബ്ദനാക്കാനോ ഉള്ള ഏതൊരു ശ്രമവും പൂർണ്ണ നിയമപരമായ പ്രതിരോധം നേരിടേണ്ടി വരുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.